യൂറോ യൂസിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സെൽ കൺഫർമേഷൻ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അത് എത്രത്തോളം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കൺഫർമേഷൻ ബേസ്ഡ് ആയിട്ട് നോക്കുക. നാളെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു അപ്കമിങ് ഡേയ്സിലേക്കുള്ള ഒരു ബൈ കണ്ടിന്യൂഷൻ ആണോ സെൽ കണ്ടിന്യൂഷൻ ആണോ മാർക്കറ്റിൽ പോകുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബെറ്റർ ഇന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഏരിയയിൽ TP വെച്ച് മാറുക. അതിൻ്റെ നാളെ ഒരു പ്രോപ്പർ മാർക്കറ്റ് ബയാസ് കിട്ടിയതിന് ശേഷം മാത്രം എൻ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമുക്കിന്ന് ഗോൾഡിൻ്റെയും യൂറോസിൻ്റെയും അപ്ഡേറ്റ് നോക്കാം. സോ ഇന്നലെ ഗോൾഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോപ്പായി. അതിനുശേഷം ഈ കാണുന്ന ഒരു 15 മിനിറ്റിൻ്റെ ഡിമാൻഡിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം ഒരു റാലി മോഡിലേക്ക് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു 1 അവറിൻ്റെ സപ്ലൈ ലെവലിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. എൻ്റെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതർ ഒരു സെല്ല് സ്ട്രോങ് ഉള്ള ഏരിയ എന്നാണ് ഇപ്പോൾ പ്രൈസ് ഇറങ്ങുന്നത്. മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് ഓൾറെഡി ഒരു ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടിയിട്ട് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓർഡർ ഫ്ലോയും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആവോ സെല്ലേഴ്സ് സ്ട്രോങ് ആവോ എന്ന് നമുക്ക് 50-50 ചാൻസസേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ബൈയിലേക്കാണോ സെല്ലിലേക്കാണോ എവിടെ നിന്നാണ് ഒരു പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുന്നത് നോക്കിയിട്ട് വേണം ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ട്രേഡിങ് ആക്ടിവിറ്റി ഇനി ചെയ്യാനായിട്ടുള്ളത്. എൻ്റെ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ലിക്വിഡേറ്റ് ചെയ്യാൻ, അതായത് ഏഷ്യയുടെ ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഡെയിലി ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് പോകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതല്ല, ഈ ഒരു ഏഷ്യയുടെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷവും മാർക്കറ്റ് ഒരു സെൽ ടെൻഡൻസിയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സെൽ കണ്ടിന്യൂഷൻ തന്നെ നോക്കാവുന്നതാണ്. അതിനപ്പോൾ മേജറായിട്ട് റിയാക്ട് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് നോക്കാം. ഇപ്പോൾ ഒരു 1 അവറിൻ്റെ ഓർഡർ ബ്ലോക്ക് നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഏരിയയിലേക്ക് വന്ന് ഒരു പ്രോപ്പർ റിയാക്ഷൻ ഒരു 5 മിനിറ്റ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബൈ കണ്ടിന്യൂഷൻ നോക്കാം. അപ്പോൾ ഇപ്പോഴൊരു നിയറസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഏരിയയിൽ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് ബ്രേക്ക് ഈവൻ ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു ക്ലാരിറ്റി ഉള്ളൊരു വ്യൂ നമുക്ക് മാർക്കറ്റിൽ കിട്ടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു അത്യാവശ്യം നല്ല രീതിയിലൊരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് ഒരു മൊമെൻറ്റം മാർക്കറ്റ് ഏത് സൈഡിലേക്കാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത മൊമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് സ്ട്രക്ചർ തന്നെയാണ് ഗോൾഡിലുള്ളത്. പക്ഷേ ഇവിടെ നിന്നൊരു ബൈ ഒരു ലുക്കിംഗ് ഗുഡ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എയ്തർ ബൈ ഓർ സെൽ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഏത് സൈഡിലേക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലേക്ക് പോവാം. ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ റീസെൻ്റുള്ള ഏരിയയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് മസ്റ്റായിട്ട് ചെയ്യുക. അത് നമുക്ക് ഇനി യൂറോ USD നോക്കാം. ആൻഡ് യൂറോ USD നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്കൊരു ബൈ പ്രോപ്പറായിട്ട് നോക്കാമെന്ന്. ഡെഫിനറ്റ്ലി ഈ കാണുന്ന ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് ഒരു നല്ല മൊമെൻറ്റം തന്നു. അതിനുശേഷം ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഡേ ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ അവിടെ കളക്ട് ചെയ്തതിന് ശേഷം താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റം പ്രൈസ് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ഒരു സെൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന ലോ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ല് പ്ലാൻ ചെയ്യാം. ഞാൻ ഈ ഏരിയയിലേക്ക് പ്രൈസ് റീടെസ്റ്റ് അടിച്ചതിന് ശേഷം ഒരു സെൽ കൺഫർമേഷൻ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ലോ വരെ സെല്ല് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ബൈ റിയാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന മേജർ ഹൈ വരെ ബൈ ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല, ഇത് ബ്രേക്ക് ചെയ്താണ് പോകുന്നതെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന ഒരു മേജറായിട്ടുള്ള ഡിമാൻഡ് ലെവലിലേക്ക് പ്രൈസ് ഡ്രോപ്പ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഗോൾഡിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള വ്യൂ ആണ്, ഇതൊരു ബൈ ഓർ സെല്ല്. ആൻഡ് യൂറോ യൂസിൽ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സെൽ കൺഫർമേഷൻ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അത് എത്രത്തോളം അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു കൺഫർമേഷൻ ബേസ്ഡ് ആയിട്ട് നോക്കുക. നാളെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു അപ്കമിങ് ഡേയ്സിലേക്കുള്ള ഒരു ബൈ കണ്ടിന്യൂഷൻ ആണോ സെൽ കണ്ടിന്യൂഷൻ ആണോ മാർക്കറ്റിൽ പോകുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബെറ്റർ ഇന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഏരിയയിൽ TP വെച്ച് മാറുക. അതിൻ്റെ നാളെ ഒരു പ്രോപ്പർ മാർക്കറ്റ് ബയാസ് കിട്ടിയതിന് ശേഷം മാത്രം എൻ്റർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ USD. നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.